ഇന്നലെ ഡബിൾ ഹെഡർ ഡേ ആയിരുന്നല്ലോ. അപ്പൊ അതിലെ ഫസ്റ്റ് മാച്ച് കണ്ട് അതിന്റെ റിസൾട്ടിലോട്ട് എത്തിയ സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിട്ടോ. കാരണം രണ്ട് പേരുകളാണ്. അതിൽ ഫസ്റ്റ് നെയിം നമ്മുടെ അജിങ്ക്യ രഹാനെ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ്. ഈവൻ ആളുടെ സംസാര രീതിയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറും എല്ലാം കൊണ്ടും, അത് മാത്രമല്ല ആള് കളിക്കുന്ന രീതിയിലാണെങ്കിലും ബാറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ്. ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും ഒരു മാച്ചും ജയിക്കാത്ത ടീമാണ് ശരിക്കും KKR. ഇന്നലെ നടന്ന RRന്റെ കൂടിയുള്ള മാച്ചിൽ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ആ ഒരു ജയം കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് ഡബിൾ ട്രിപ്പിൾ മധുരം എന്ന് പറയാം. കാരണം അജിങ്ക്യ രഹാനയുടെ മുഖത്ത് കഴിഞ്ഞ എല്ലാ മാച്ചിലും ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സങ്കടം കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര പാവം ഫീൽ ചെയ്യുന്നൊരു ഫേസ് ആണ് ശരിക്കും അജിങ്ക്യ രഹാനയുടെ. അപ്പം ഇന്നലെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴേ നമുക്കും അറിയാതെ ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പേരാണ് റിങ്കു സിംഗ്. അടുത്തായിട്ട് വലിയ ഫോം ഇല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സമയത്ത് തന്നെ ആൾക്ക് അധികം ബാറ്റ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ വേൾഡ് കപ്പിലെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിലും കൂടുതലും ബെഞ്ചിലിരുന്നാണ് ഉണ്ടായിരുന്നത്. ആൾ ഫീൽഡിങ്ങിന്റെ സമയത്ത് മാത്രമാണ് പിന്നെയും വന്നിട്ടുള്ളത്. പക്ഷെ ബാറ്റിങ്ങിലോട്ട് അധികം ചാൻസ് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷറാണ്. ലാസ്റ്റ് ടൈം വന്നിട്ട് അടിച്ച് കളിക്കാനുള്ള ഒരു കോൺഫിഡൻസും ഡയറിങ് അറ്റംപ്റ്റും ഉള്ള ഒരാളാണ്. പക്ഷെ ആ ഒരു കളിയൊന്നും ഇപ്പൊ അടുത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു കളിയും കൂടി ഇന്നലെ കാണാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ആള് ലാസ്റ്റ് ബോളിൽ 6 അടിച്ചാണ് കളി ജയിപ്പിച്ചത്. അതും ജസ്റ്റ് 6 അടിക്കാൻ മാത്രമല്ല, 53 റൺസ് ടീമിന് വേണ്ടിയിട്ട് 50 അടിക്കുകയും ചെയ്തു. അതുകൂടാതെ ടീമിനെ ജയിപ്പിക്കുകയും ചെയ്തു. ചെറിയ ടോട്ടലായിരുന്നു ചേസ് ചെയ്യാനുണ്ടായിരുന്നു, 155. എന്നാലും ആ ഒരു ടോട്ടൽ ചേസ് ചെയ്യുന്ന സമയത്തും കളിക്കുന്നത് RRന്റെ കൂടെയാണ്. ഈ സീസണിലെ അത്യാവശ്യം നല്ലൊരു ടീമാണ്. കാരണം പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടീം. കാരണം ഒരു മാച്ച് മാത്രമേ ഇതിന് മുന്നേ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം RRന്റെ കൂടെ ആ ഒരു കളിയിൽ 155 ചേസ് ചെയ്യുന്ന സമയത്ത് ജയിച്ചത് അതൊരു ഗംഭീര ജയം തന്നെയാണെന്ന് പറയാം. അതും 2 ബോൾ ബാക്കി നിൽക്കെ ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇനിയിപ്പം ഈ കളി സൂപ്പർ ഓവറോ എന്തെങ്കിലുമൊക്കെ ആവുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ആക്കാതെ റിങ്കു സിംഗ് മാന്യമായിട്ട് കൂളായിട്ട് ആ ഒരു കളിനെ ജയിപ്പിച്ച. 6ന് മുന്നേ ഒരു 4 അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബോൾ മിസ്സായപ്പോഴാണ് ചെറുതായിട്ടൊന്ന് പേടിച്ചത്. പക്ഷെ എന്നാലും ഇല്ല, കളി അങ്ങനെ അവസാനം ജയിപ്പിക്കുക തന്നെ ഉണ്ടായി. ശരിക്കും ഇന്നലത്തെ മാച്ചിൽ RRന്റെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 155 റൺസ് എന്ന് പറയുന്നത് ശരിക്കും അത്രയും നല്ല, എനിക്ക് തോന്നുന്നു 200 മേലെ ഈസി ആയിട്ട് ടോട്ടൽ പോകുന്ന ഒരു മാച്ച് ആയിരുന്നു. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്ത സമയത്ത് ജയ്സ്വാലും സൂര്യവംശിയും കൂടി ഏകദേശം 80+ റൺസ് 8.3 ഓവേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ചറവറ പോയത് നമ്മുടെ വരുൺ ചക്രവർത്തി ഫോമിലോട്ട് വന്നപ്പോഴാണ് ശരിക്കും. കാരണം ചക്രവർത്തിയാണ് ഇപ്പോൾ സൂര്യവംശിന്റെ വിക്കറ്റ് എടുത്തത്, അത് കഴിഞ്ഞ് ജുറേലിന്റെ വിക്കറ്റ് എടുത്തത്, അത് കഴിഞ്ഞ് പരാഗിന്റെ വിക്കറ്റ് എടുത്തത്. അത് കൂടാണ്ട് ഇപ്പുറത്തുനിന്ന് കാർത്തിക് ത്യാഗിയും സുനിൽ നരേനും രണ്ടുപേരും വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്ക് അതായത് ഈ ബൗളേഴ്സൊക്കെ നല്ല രീതിയിൽ ഫോമിലോട്ട് വന്നപ്പം അത് കൂടാണ്ട് തന്നെ അവര് വെറുതെ വിക്കറ്റ് എടുക്കലല്ല, നല്ല എക്കണോമിക്കലായിട്ട് ബോൾ എറിഞ്ഞിട്ട് ആ ഒരു കളീനെ ഫുള്ളി ഡോമിനേറ്റ് ചെയ്ത് ആ ഒരു വലിയ സ്കോറിലോട്ട് പോകുന്ന ഒരു RRനെ, കാരണം ആ ഒരു പവർ പ്ലേയിലാണെങ്കിലും അല്ലെങ്കിൽ 8 ഓവേഴ്സിലാണെങ്കിലും അത്രയും നല്ല സ്കോറിൽ പോയ ഒരു ടീമിനെ പിടിച്ച് കെട്ടി ശരിക്കും 155 എത്തിച്ചത് കുറച്ചും കൂടി ഈസി ആക്കി കൊടുത്തു KKRന് ജയിക്കാൻ വേണ്ടിയിട്ട്. KKRന്റെ ബാറ്റിംഗിൽ നോക്കുന്ന സമയത്തും ഫസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം KKRന്റെ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഡെക്കിലാണ് പോയത്. പിന്നീട് ഇറങ്ങുന്ന ആൾക്കാർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കുറച്ചെങ്കിലും പിടിച്ചത് നമ്മുടെ പവലും അതുപോലെ തന്നെ ഗ്രീനും ആയിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കര അടിയൊന്നും അടിച്ചില്ല, പക്ഷെ എന്നാലും ആ ഒരു വിക്കറ്റ് പോകുന്നതിനൊന്ന് പിടിച്ച് നിർത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം തൊട്ട് നമ്മൾ റിങ്കു സിംഗും അതുപോലെ തന്നെ അനുകുൽ റോയും, ആൻഡ് റിങ്കു സിംഗ് കുറച്ചൊന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടുന്നായിരുന്നു. ആ സമയത്ത് അനുകുൽ റോയ് ഈസി ആയിട്ട് അടിച്ച് 6 ഒക്കെ അടിച്ചിട്ട് ഇനി അടിക്കാൻ പറ്റും, നല്ല പിച്ചാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ ഇനി മുതൽ അടിച്ചോ അങ്ങോട്ട് അടിച്ചോ എന്നുള്ള രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റിങ്കു സിംഗ് കഴിഞ്ഞാൽ ടോപ്പ് സ്കോററാണ് അനുകുൽ റോയ്. നല്ല കിടിലൻ സപ്പോർട്ട്, ആ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പ്. അതുകൊണ്ട് തന്നെയാണ് അവസാനം തൊട്ട് ഇന്നലെ ശരിക്കും KKRന് ജയിക്കാൻ പറ്റിയത്. ഒരു കിടിലൻ മാച്ച് ആയിരുന്നു. കാരണം കംപ്ലീറ്റ്ലി ഒരു ബാറ്റ്സ്മാൻമാരുടെ ഒരു മാച്ച് ആയിരുന്നില്ല. ബൗളിങ്ങിനും രണ്ടിനും ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ള ഈവൻ RRന്റെ ബൗളേഴ്സിലാണെങ്കിലും രവീന്ദ്ര ജഡേജ ഗംഭീരമായിട്ട് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാഷ് പുഞ്ച ആളും ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമിയിലാണ് ബോൾ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ജോഫ്ര ആർച്ചർ എപ്പോഴും അങ്ങനെയാണല്ലോ, കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റാർട്ടിങ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ട് എറിയാനും നോക്കാറുണ്ട്. അപ്പൊ എന്തായാലും ടോട്ടൽ മാച്ച് നോക്കുന്ന സമയത്ത് ഇന്നലെ KKRന്റെ ഫസ്റ്റ് വിൻ കാണാൻ വേണ്ടി പറ്റി, അതിന് സാക്ഷിയാവാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ RRന് നല്ലോണം കളിച്ചു വന്ന RRന് ഇപ്പം അടുപ്പിച്ച് 2 തോൽവികളാണ്. ഇനിയുള്ള മാച്ചസിൽ എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്തായാലും അടുത്ത മാച്ചിന്റെ വിശേഷങ്ങളായിട്ട് കാണാം. അത്രേ ഉള്ളൂ. ബൈ ബൈ.